കൺമണി പോലെ കാക്കുന്നു നീ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. നിൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭവനം നമ്മൾ ചേർന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ദൈവകരങ്ങളിൽ ഈ ഭവനത്തെ സമർപ്പിക്കുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ഈ ഭവനം ഈ പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമായി തീരണം. രണ്ടാമത്, ഈ ഭവനം ദേശത്തിന് അത് അനുഗ്രഹമായി തീരണം. നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ച് ഈ ഭവനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, കർത്താവെ, അതുപോലെ തന്നെ ഈ ദേശത്തിന് ഈ ഭവനം അനുഗ്രഹമായി തീരണമേ എന്നുള്ള പ്രാർത്ഥന എല്ലാ ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഈ സമയം ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഈ സമയം ഈ ഭവനത്തിന്റെ പ്രതിഷ്ഠ നിർവഹിക്കുന്നത് സ്വർഗീയ സഭയുടെ സീനിയർ പാസ്റ്ററായ കർത്താവിന്റെ ദാസൻ ഡോക്ടർ തോമസ് എബ്രഹാം തോമസ് ഊട്ടി ബ്രദറാണ്. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് ഞാൻ തോമസ് ഊട്ടി ബ്രദറിനെ ക്ഷണിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ജീവനും കുടുംബത്തിനും കർത്താവ് ദാനമായി കൊടുത്ത ഈ ഭവനത്തിൽ കടന്നു വന്ന കർത്താവിനെ സ്തുതിക്കുവാനും അവരുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനും കർത്താവിടെ ആക്കിയതിന് കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ഇന്നിവിടെ രണ്ട് കാര്യങ്ങളാണ് വാസ്തവത്തിൽ നടക്കുന്നത്. ഒരു സ്തോത്ര ശുശ്രൂഷയും ഒരു പ്രതിഷ്ഠയുമാണ്. അനേകര് ഒരു ഭവനം പണിയാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവരുണ്ട്. ചിലര് പണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തവരുണ്ട്. തിരുവചനത്തിൽ ഭൗതികമായ വീട് പണിയെ കുറിച്ച് അല്ലെങ്കിലും സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്ന ജീവിതമാകുന്ന ഭവനത്തെ കുറിച്ചാണ് പ്രധാനമായും. എന്നാൽ വാസ്തവത്തിൽ ഒരു വീട് പണിത് പൂർത്തീകരിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അവർക്ക് കൊടുത്തു. അവരുടെ ആഗ്രഹം കർത്താവ് സാധിപ്പിച്ചു. ഭവനത്തിൽ അങ്കണത്തിലും ഭവനത്തിനകത്തും വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ മനോഹരമായ ഒരു ഭവനമാണ് ദൈവം കൊടുത്തത്. അപ്പൊ നമ്മള് ഒന്നാമതായി കർത്താവിന് സ്തോത്രം പറയുകയാണ്. രണ്ടാമതായി, തുടർന്ന് കർത്താവെ, ഞങ്ങൾ ഈ ഭവനത്തിൽ ജീവിക്കുമ്പോൾ തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ കഴിവുകൊണ്ടോ പണം കൊണ്ടോ അല്ല, അവിടുത്തെ കൃപ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. അതാണ് രണ്ടാമത്തെ ഭാഗം. തുടർന്നുള്ള ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതത്തെ അവിടുത്തെ കൈകളിൽ പ്രതിഷ്ഠിക്കും. സ്തോത്ര ശുശ്രൂഷയും പ്രതിഷ്ഠയുമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതിനാധാരമായി ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് വേഗത്തിൽ ഈ ഭവനത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും തുടർന്ന് 5-6 വാക്യങ്ങളും ഇവിടെ പരസ്യമായി വായിക്കപ്പെടുന്നു. നമ്മള് ഇവിടെ ഈ ഗൃഹപ്രവേശ സമയത്ത് കർത്താവിന്റെ ദാസൻ സീനിയർ പാസ്റ്റർ ബെന്നി ബ്രദർ ഇവിടെ ഓർപ്പിച്ചതുപോലെ നമ്മളല്ല ഈ ഭവനത്തിലേക്ക് കടക്കുന്നത്. നമ്മളിങ്ങനെ കഥ കടച്ചിട്ട് വെളിയിൽ ഇറങ്ങി കടക്കണമെന്നൊന്നുമില്ല. പക്ഷെ പ്രതീകാത്മകമായി നമ്മൾ പറയുക, കർത്താവെ, ഞങ്ങളല്ല അവിടുന്ന് ഞങ്ങൾക്ക് മുമ്പായി കടക്കുന്നു. സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പണ്ടേയുള്ള വാതിലുകളെ തലകളെ ഉയർത്തി മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും യുദ്ധവീരനുമായ യഹോവ തന്നെ, ഞാൻ തന്നെ വാതിലാവുന്നു എന്ന് കർത്താവ് ഒരിക്കൽ പറഞ്ഞു. ഇവിടെ വാതിൽ വഴിയായി യേശു ഒരു വീട്ടിൽ വന്നാൽ ആ വീട് അനുഗ്രഹമായി. ഞാൻ ഈ വേദമാ വായിക്കുന്നതിന് മുമ്പ് ഓർപ്പിക്കട്ടെ, നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ബൈബിളിൽ സാധാരണ കാണുന്ന ഒരു പദമാണ് അനുഗ്രഹം. അനുഗ്രഹം. കുറെ പണമുള്ളതുകൊണ്ടോ നല്ലൊരു വീടുള്ളതുകൊണ്ടോ ആരും പറയില്ല ഇത് അനുഗ്രഹമുള്ളൊരു വീടാണ്. വളരെ വലിയൊരു വീടാണ്, പക്ഷെ അവിടെ സമാധാനമില്ല, അവിടെ ഉള്ളവർ തമ്മിൽ സ്നേഹമില്ല, ആരോഗ്യമില്ല, പ്രശ്നങ്ങളാണെങ്കിൽ ആ വീട്ടിൽ കയറിയിട്ട് നമ്മൾ പറയും എത്ര കൊട്ടാരം പോലെ വീടാണെങ്കിലും ഇവിടെ ഒരു ഐശ്വര്യമില്ലെന്ന് പറയും.
നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഐശ്വര്യം. അപ്പോൾ തന്നെ ഒരു ചെറ്റക്കുടിലായിക്കൊള്ളട്ടെ, അവിടെ ഉള്ളവർ തമ്മിൽ സ്നേഹവും ഉള്ള ആഹാരം സന്തോഷത്തോടെ കഴിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഒന്നുമില്ലെങ്കിൽ എന്താ ഈ വീട്ടിൽ എന്തുണ്ട്? ഐശ്വര്യമുണ്ട്. അതെല്ലാ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഐശ്വര്യം. ഐശ്വര്യം എന്ന വാക്കിന്റെ അർത്ഥം ഈശ്വരൻ ഉള്ള അവസ്ഥ എന്നാണ്. അപ്പം ദൈവം വന്നാലേ അനുഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് എല്ലാ മതങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്തു, ആദ്യത്തെ കുടുംബം തന്നെ ശാപപൂരിതമായി. ആദാമിന്റെ ഏദനിലെ വീട്, ആദ്യ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംശയമായി, ഒരാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ആദ്യ വീട്ടിൽ ചേട്ടൻ അനിയനെ കൊന്നു, കൊലപാതകം നടന്നു. പിന്നെ ഇങ്ങോട്ട് നമ്മൾ ലോകത്ത് കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മനുഷ്യന്റെ പാപമാണ്. പാപം ചെയ്തപ്പോൾ മനുഷ്യനെ ദൈവം വെറുത്തതല്ല, പാപത്തിന്റെ സിറ്റുവേഷനിൽ ദൈവത്തിന് നിൽക്കാൻ ഒക്കത്തില്ല. ദൈവം അവനെ വിട്ടുമാറി, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും പുറത്താക്കി. മുള്ളും ഞെരിഞ്ഞിലും പരക്കാരെയും അവന് വേർപ്പോടുകൂടി അപ്പവും കഷ്ടവും ഗർഭധാരണവും എല്ലാം അവന് വർദ്ധിച്ചു. വേദനകളുടെ ഒരു കൂട്ടമായി മനുഷ്യൻ മാറി. അന്ന് മുതൽ മനുഷ്യൻ അറിയാം, ദൈവം തിരിച്ചു വന്നാലേ, ഈശ്വരൻ വന്നാലേ, ഐശ്വര്യം വന്നാലേ എല്ലാം നന്നാവും. അതെല്ലാം മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി മനുഷ്യൻ ചെയ്ത കാര്യമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി യാഗങ്ങൾ, കർമ്മങ്ങൾ, വഴിപാടുകൾ ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത പ്രത്യേക ജനമായ യഹൂദനും ന്യായപ്രമാണ പ്രകാരം കർമാചാരങ്ങളും വഴിപാടുകളും കഴിക്കാൻ തുടങ്ങി. എന്തിനാണ്? ദൈവസാന്നിധ്യം അടക്കിക്കൊണ്ടിരുന്നു. പിണങ്ങിപ്പോയ ദൈവം തിരിച്ചു പറഞ്ഞു. നേർച്ച, വഴിപാട്, കർമ്മങ്ങളൊക്കെ ചെയ്തെങ്കിലും ആ ദാവീദ് പാടുകയാണ്, വലിയ പാപം ചെയ്തിട്ട് ഞാൻ യാഗം അർപ്പിക്കാൻ വേണമെങ്കിൽ എനിക്ക് ചെയ്യാം, പക്ഷെ എന്റെ ഹൃദയത്തിന്റെ കറ മാറ്റാൻ എന്റെ വഴിപാടുകൾക്ക് കഴിവില്ലല്ലോ. അതാണ് ദാവീദ് ഇങ്ങനെ പാടുകയാണ്, ഹനനയാഗങ്ങൾ ഇച്ഛിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കാമായിരുന്നു. എപ്പോഴാണ് തന്റെ വിശ്വസ്തനായ ഒരു സൈന്യാധിപനായ ഊരിയാവിനെ കൊന്നിട്ട് തന്റെ ഭാര്യയെ വശത്താക്കി അതിക്രൂരമായ പാപം ചെയ്തിരിക്കുകയാണ്. താൻ പറയാ, ഞാനൊരു രാജാവാ, ഞാൻ ആലയത്തിലേക്ക് ഓർഡർ ചെയ്താൽ എത്ര യാഗം വേണമെങ്കിലും നടക്കും, അവിടെ പുരോഹിതർക്ക് പൈസ കൊടുത്താൽ എത്ര പ്രാർത്ഥന വേണമെങ്കിലും എനിക്ക് വേണ്ടി ചൊല്ലും, പക്ഷേ എന്റെ ഹൃദയത്തിന്റെ കറ മാറ്റാൻ എന്റെ ഈ കർമ്മങ്ങൾക്ക് കഴിവില്ലല്ലോ. അതാണ് ഹനനയാഗങ്ങൾ നീ ഇച്ഛിച്ചില്ല, എങ്കിൽ ഞാൻ അർപ്പിക്കാമായിരുന്നു. ഭോജനയാഗങ്ങൾ നിനക്ക് വെറുത്തിരിക്കുന്നു എന്ന് പറയാണ്. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ നീ ഞാൻ മാനസാന്തരപ്പെടുക. പക്ഷെ മനുഷ്യന്റെ മാനസാന്തരം കൊണ്ടും രക്ഷയില്ല. അതുകൊണ്ടാണ് ഒരു പുരോഹിതനായ അഹരോന്യ കുടുംബത്തിൽ പിറന്ന പുരോഹിതനായ സഖരിയാവിന്റെ മകൻ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയാം, തന്റെ അപ്പൻ ആടുകളെ യാഗം കഴിക്കുന്ന ആളാണ് യേശുവിന്റെ ബാല്യം. പക്ഷെ മകനായ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയാ, യേശു സ്നാനപ്പെടാൻ വരുന്നത് കണ്ടിട്ട് തന്റെ അപ്പൻ ഇറക്കുന്ന ആടുകളല്ല, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ കഴിഞ്ഞ 4000-ഓളം വർഷം അറുക്കപ്പെട്ടല്ലേ, 2000-ഓളം വർഷം കൊണ്ട് അറുക്കപ്പെട്ട ആടുകൾക്കൊന്നും പാപത്തെ നീക്കാൻ കഴിഞ്ഞില്ല. പാപത്തെക്കുറിച്ച് ഓർമ്മ വരുത്താനേ കഴിയുള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. എബ്രായ ലേഖനം പറയാണ്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്തിന് പാപത്തെ നീക്കുവാൻ കഴിയും. യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിനെ മുൻകണ്ടുകൊണ്ട് പറയാണ്, നിന്റെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. നമ്മള് യോഹന്നാൻ പറയണം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കുഞ്ഞാടായ യേശുവിന്റെ രക്തം നമ്മളെ വിടുവിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ യാഗം, കർമ്മം, വഴിപാട്, മനുഷ്യന്റെ കർമ്മങ്ങൾക്കൊന്നും മനുഷ്യന്റെ പാപം മോചിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഒരാളായി ഈ ലോകത്ത് അയച്ചപ്പോൾ കർത്താവ് ഈ ലോകത്ത് വന്ന ഒരു മതം സ്ഥാപിക്കാനല്ല കേട്ടോ. യേശു എന്തിനായി ഭൂമി വന്നതെന്ന് പറഞ്ഞാൽ 2 വാക്യത്തിൽ ചുരുക്കാം. 1-2 വേദഭാഗങ്ങൾ വായിക്കും. 2 കാര്യത്തിനാണ് യേശു വന്നത്. നമ്മളൊക്കെ പല മതവിഭാഗങ്ങൾ ഇവിടെ കാണും, സഭാവിഭാഗങ്ങൾ ഇവിടെ കാണും. നമ്മൾ തമ്മിൽ ഉപദേശങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ദൈവത്തിനൊരു പദ്ധതിയുള്ളൂ. തന്റെ ഏകജാതനായ പുത്രനെ അയച്ചു ചെയ്ത 2 കാര്യം. 1, നമ്മുടെ വീട് സ്വർഗമാക്കുക. 2, സ്വർഗം നമ്മുടെ വീടാക്കുക. വീണ്ടും ഞാൻ പറയാം, ഈ മനുഷ്യന്റെ കൈകൊണ്ട് പണിത ഭവനം, ഇവിടുത്തെ എല്ലാ എഞ്ചിനീയറിംഗ് സിസ്റ്റം പറഞ്ഞ അങ്ങേറ്റം 100 വർഷം, 50 മുതൽ 100 വർഷമേ ഇത് നിലനിൽക്കത്തുള്ളൂ. നമ്മുടെ മൺകൂടാരവും 100 വർഷമേ നിലനിൽക്കത്തുള്ളൂ. മനുഷ്യ കൈയാൽ പണിയാത്തൊരു വീട് കർത്താവ് പണിയാൻ പോയിരിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വീട് ഒരുക്കാൻ പോകുന്നു, ആരും നശിപ്പിക്കാൻ ഒക്കാത്തൊരു ഭവനം. എന്നാൽ ഇവിടെ നമുക്ക് താമസിക്കാൻ തരുന്ന വീടുകൂടെ ഒരു സ്വർഗമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. അത് പണമോ കഴിവോ
ബന്ധുബലമോ ഒന്നും, അതെല്ലാം നല്ലതാണെങ്കിലും അവയ്ക്കൊന്നും ഒരു വീടിനെ സ്വർഗമാക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്റെ ശുശ്രൂഷകളെല്ലാം യഹൂദന്മാരുടെ ദേവാലയത്തിലും പള്ളികളിലും അല്ല കൂടുതൽ ചെയ്തത്. He liked to minister in homes. കർത്താവിന്റെ ശുശ്രൂഷ മുഴുവൻ വീടുകളിലായി. ഏറ്റവും കൂടുതൽ തന്റെ ആദ്യത്തെ ശുശ്രൂഷ കാനാവിൽ തന്നെ വിളിച്ച ദൈവദാസനോട് ഓർപ്പിച്ചല്ലോ, ആ വീട്ടിലെ കുറവ് തീർത്തുകൊണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, യേശു തന്റെ ശിഷ്യന്മാരെ ഈരണ്ടായി തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ അവരെ വീടുകളിലേക്കാണ് അയക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നു യേശുവിന്റെ നാമത്തിലാണ്. ഇന്ന് നമ്മളെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഈ ഭവനത്തെ അനുഗ്രഹിക്കാൻ. അത് ഈ വീട്ടിലുള്ളവർ സ്വീകരിച്ചാൽ ഈ വീട്ടിൽ അതിന്റെ അനുഗ്രഹം നിലനിൽക്കണം. അതിനെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത്. അപ്പൊ സുവിശേഷം കേട്ടതുകൊണ്ടായാലും ഒരു വീട്ടിൽ ഒരാളെങ്കിലും യേശുക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിച്ചാൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. ഈ വഴി ഒരു 3-4 കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പോഴാണ് എൻ്റെ വീട് അപ്പുറത്ത് താഴെ ആ സൈഡിലാണ് എൻ്റെ അപ്പച്ചൻ ആദ്യം വീട് പണിതത്. ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു മകൾ മരിച്ചു, ഒരു രോഗം വന്നു. അന്ന് പല കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ താമസിക്കുന്ന വീടിന്റെ കുഴപ്പമാണ്, ഇരിക്കുന്ന സ്ഥലത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാണ് ഇന്ന് ഞാൻ താമസിക്കുന്ന വീട് ഞാലിയാവഴിക്ക് പുറത്ത് മുകൾ ഭാഗത്തായിട്ട് വീട് പണിതു. അപ്പുറത്തെ തൊട്ട് ഓപ്പോസിറ്റുള്ള പറമ്പ് അവിടെ വന്ന 2 കുഞ്ഞുങ്ങൾ കൂടെ മരിച്ചു. അപ്പം വീട് മാറ്റം കൊണ്ട് വീട്ടിലെ ശാപത്തിന് മാറ്റമുണ്ടായി. ആ ശാപം എൻ്റെ സഹോദരങ്ങളിലേക്ക് വന്നു. ഒരു സഹോദരി 2 കിഡ്നിയും തകർന്നു, വേറെ സഹോദരി മാനസികമായി പ്രശ്നങ്ങളായി, മാതാവ് രോഗി, അപ്പച്ചൻ രോഗി, തൊട്ടതെല്ലാം പരാജയം, ബിസിനസ്സുകൾ പരാജയം, എൻ്റെ വിദ്യാഭ്യാസ ജീവിതം എല്ലാം ഒരു തകർച്ച വീട്ടിൽ അനുഭവിച്ചപ്പോൾ നമുക്കൊരു കാര്യം പിടികിട്ടി, വീടിനല്ല വീട്ടിലുള്ളവരുടെ സ്ഥാനമാണ് ശരിയാകേണ്ടത്. യേശുക്രിസ്തുവിനോട് ചേർന്ന് നമ്മുടെ ജീവിതം ഒന്ന് കെട്ടുപണി ചെയ്താൽ അങ്ങനെയുള്ള ഒരു വ്യക്തി എത്ര ശപിക്കപ്പെട്ട വീട്ടിൽ താമസിച്ചാലും ആ വീട് അനുഗ്രഹമായി. എൻ്റെ വീട് ശാപം നിറഞ്ഞൊരു വീടായിരുന്നു 2 തലമുറ. 84-ൽ അതേ എൻ്റെ ഭവനത്തിൽ ചിലർ വന്നിട്ട് പറഞ്ഞ് ഈ വീടിന്റെ 2 മുറി മുറിച്ച് മാറ്റണം. നിശ്ചയമായിട്ടും ചില ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. വീടിന്റെ ഇരിപ്പ്, വെയില്, വെള്ളത്തിന്റെ ഗതി, കാറ്റിന്റെ ഗതി, അത് ആ ശാസ്ത്രങ്ങളൊക്കെ ഉള്ളത് തന്നെ. പക്ഷെ ഒത്തിരി അന്ധവിശ്വാസങ്ങളും മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ഈ വീട് പണിതവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ഇതിന് പുറകിൽ അധ്വാനിച്ചവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ വീട്ടിൽ താമസിക്കുന്നവർ ക്രിസ്തുവിനോട് ചേർത്ത്, ആ സുവിശേഷത്തോട് ചേർത്ത് ജീവിതം പണിത് ഇന്ന് ഞങ്ങളുടെ ഈ ശുശ്രൂഷ കൊണ്ട് ഇവിടെ ഒരു അനുഗ്രഹം ഉണ്ടാവും. പക്ഷെ നിലനിൽക്കുന്ന അനുഗ്രഹം നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുക. അത് തരാൻ ഞങ്ങളെ കൊണ്ട് ഒക്കത്തില്ല. എൻ്റെ വീട്ടിൽ ആരും ആ സുവിശേഷത്തെ സ്വീകരിക്കാതെ എതിർത്തപ്പോൾ അന്ന് ആ സുവിശേഷം ഇന്നേക്കൂടെ വായിക്കുന്ന വചനം സ്വീകരിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. എൻ്റെ വീട്ടിലെ ശാപങ്ങളെല്ലാം പടിപടിയായിട്ട് പടിയിറങ്ങി എൻ്റെ വീടിന്നൊരു അനുഗ്രഹം നിറഞ്ഞിട്ടുള്ളൂ. അന്ന് ഒത്തിരി വലിയ ഇഷ്ടംപോലെ വസ്തുവകളും എല്ലാം ഉള്ളപ്പോൾ ഇന്നും ഉണ്ട്, അത്രയും ഇല്ലെങ്കിലും വലിയ അനുഗ്രഹവും സമാധാനവും ഭവനത്തിൽ വന്നു. യേശു വരുമ്പോൾ വീട് ഒരു സ്വർഗമാകുന്നു. തുടർന്ന് 5ഉം 6ഉം വാക്യങ്ങളും വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കും. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അതിന്റെ 5ഉം 6ഉം വാക്യം. ഏത് വീട്ടിൽ എങ്കിലും ചെന്നാൽ, അപ്പോൾ ശിഷ്യന്മാരെ പട്ടണങ്ങളിലേക്ക് അയച്ചിട്ട് ആ പട്ടണത്തിലെ മേയറെ കാണാനല്ല പറഞ്ഞു. യു ഗോ ഇൻ ടു ഹോംസ്. കർത്താവ് ഒരിക്കലും ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നില്ല. വ്യക്തികളെയും കുടുംബങ്ങളെയും രൂപാന്തരപ്പെടുത്തി അതുവഴി സമൂഹത്തെ സ്വാധീനിക്കുന്ന ആളായിരുന്നു. ഒരു വ്യക്തിയാണ് കർത്താവ് ലക്ഷ്യമിടുന്നത്, ഒരു ഭവനത്തെയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ പിറവിക്ക് 2000-ഓളം വർഷം മുമ്പ് ജീവിച്ച അബ്രഹാം പിതാവിനോട് പറയാണ്, നിന്റെ സന്തതി, ക്രിസ്തുവിനെ കുറിച്ച് പറയുക, ക്രിസ്തു മുഖേന ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കും. ഐ വിൽ ബ്ലസ് ഓൾ ദ ഫാമിലീസ്. കുടുംബങ്ങൾ, വീടുകളുടെ അനുഗ്രഹമാണ് കർത്താവിന്റെ പദ്ധതി. ആകയാൽ നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ, കർത്താവ് പറഞ്ഞില്ല ശാപം കൂടിയ വീട്ടിൽ നിന്നും ചെല്ലരുതെന്ന് പറഞ്ഞില്ല. എത്ര ശപിക്കപ്പെട്ട വീട്, എത്ര തകർന്ന വീടായിക്കോട്ടെ, എന്റെ നാമത്തിൽ നിങ്ങൾ ചെന്ന് ഈ സുവിശേഷ യേശുവിനെ അവിടെ പറഞ്ഞാൽ, ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന്റെ സമാധാനം എന്ന് ആദ്യം പറയും. ഇത്രയും പറയാനേ നമ്മളെ കൊണ്ടൊക്കത്തുള്ളൂ. അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളെ ഇന്ന് യേശു ഇവിടെ അയച്ചത് ഒറ്റ വാക്ക് പറയാൻ. ഈ നീട്ടി പ്രസംഗങ്ങൾക്കെല്ലാം ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇവിടെ വന്നവരെല്ലാം കർത്താവിന്റെ നാമത്തിൽ എന്തോ പറയണം, ഈ വീടിന്. അത് എത്ര നീട്ടി പറയണമെന്നൊന്നുമില്ല, ആ പറഞ്ഞ നാമത്തിന്റെ ബലം ഇവിടെ നിൽക്കും. പക്ഷെ അത് എങ്ങനെ ഇവിടെ വർക്ക് ചെയ്യും? നിങ്ങൾ ഈ വീടിന് സമാധാനം എന്ന ആദ്യം പറയും. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞ വചനം സ്വീകരിക്കാൻ ആ വീട്ടിലുള്ളവർ തയ്യാറാണെങ്കിൽ, ക്രിസ്തുവിനെ സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പോവുക. അതാണ് ഭവന പ്രതിഷ്ഠ.
അതുപോലെ